എനിക്ക് മാപ്പ് തരണം. എന്നെ തൊട്ടുപോരുത്. എന്തിനാ ഇങ്ങോട്ട് വന്നത്? അവളുടെ കൂടെ പോയി പുറത്തായിരുന്നില്ലേ? നീ കണ്ട ഒന്നും സത്യമല്ല. നിന്റെ മൂകാംബിക അമ്മയാണ് സത്യം. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പോയി എന്റെ മുന്നിൽ. ഇമോഷണൽ ആവാതെ പപ്പി, നീ ശാന്തയാവും. ശാന്തയോ? ഏതവളത്? ആ ശാന്തയല്ല, ശാന്തം, കൂളാവാൻ. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പേരും പറഞ്ഞ് കണ്ട പെണ്ണുങ്ങളോടൊപ്പം സഹവാസം. നാണം കെട്ട ജന്മം. മാല കെട്ടി കൊടുക്കുന്നു. കൊളുത്ത് പൊട്ടിയെന്ന് പറഞ്ഞപ്പം സഹപ്രവർത്തകയല്ലേ എന്ന് കരുതി സഹായിച്ചതാ. ആ മാല ഇങ്ങനെ ഒരു കൊളുത്താവുമെന്ന് കരുതിയില്ല. എന്റെ തല തെറിച്ചു പോട്ടെ, എവിടെ വേണമെങ്കിലും ഞാൻ സത്യം ചെയ്യാം. ഒരു ദുരുദ്ദേശവും എന്റെ മനസ്സിലില്ലായിരുന്നു. ത്രേസ്യക്കുട്ടി നേരിൽ കണ്ട് കുരിശു തൊട്ട് സത്യം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുക. എന്തിനാ ഇനി ഒരു കുരിശ്? ഓഫീസ് വിട്ട വീട്, വീട് വിട്ട ഓഫീസ്. ഭാര്യ അങ്ങനെ സ്നേഹിക്കുന്നവനായിരുന്നു ആ മുകുന്ദൻ. അയ്യോ, അതിന് സ്നേഹമെന്നല്ല, മാനസിക രോഗമെന്നാ പറയുന്നത്. അയാളുടെ ഭാര്യ വന്ന് പറഞ്ഞപ്പോ എന്റെ തൊലി ഒരിഞ്ഞു പോയി. നിങ്ങൾ ഒറ്റ കാരണം ആ കുടുംബത്തിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുക. ഫോൺ അച്ഛനോടും അമ്മയോടും ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ത്രേസ്യ കുട്ടിയെ കൊണ്ട് വിളിപ്പിക്കുകയും ചെയ്തു. നിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി വിളിക്കുക. എന്റെ പപ്പിക്കുട്ടി ചെന്ന് ഫോൺ എടുക്ക്.